നമസ്കാരം, ഞാൻ പ്രവീൺ. ഒരു എന്റർപ്രൈസ് ആർക്കിടെക്റ്റ് ആണ്, ഒരു പ്രോഗ്രാമറുമാണ്. നമ്മൾ ഇന്നിവിടെ ഒരു പ്രോഗ്രാമിംഗ് പഠന പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ് മലയാളത്തിൽ. അതിനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷ പൈത്തൺ. എന്തുകൊണ്ട് പൈത്തൺ? പൈത്തൺ 30 വർഷങ്ങൾക്ക് ഇപ്പുറം അത് കൈവയ്ക്കാത്ത മേഖലകൾ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. അത് വെബ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആയിക്കോട്ടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ, അതിന്റെ കഴിവ് ഓൾറെഡി ഈ മേഖലകളിലെല്ലാം തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന അഡ്വാൻസ്ഡ് മേഖലയിൽ പോലും പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കഴിവും ശക്തിയും ജനസമ്മതിയും ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ പ്രോഗ്രാം ആർക്ക് വേണ്ടിയാണ്? അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളൊരു സ്കൂൾ കോളേജ് വിദ്യാർത്ഥി ആയിക്കൊള്ളട്ടെ, നിങ്ങളൊരു ഉദ്യോഗസ്ഥനായിക്കൊള്ളട്ടെ, ഒരു പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഒരു വീട്ടമ്മയായിക്കൊള്ളട്ടെ, ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങൾ മാത്രം. ഒന്ന്, ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ നിങ്ങളുടെ മുന്നിലുണ്ടാവും. രണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾക്ക് പഠിക്കുവാനുള്ള താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ആയിക്കഴിഞ്ഞു, നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ബേസിക്സ് ഒന്നും അറിയില്ല, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുമോ എന്ന് പേടിക്കേണ്ട കാര്യമേ ഇല്ല. ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകൾ ഞാൻ പൂർണ്ണമായിട്ടും പ്രോഗ്രാമിംഗ് ഫണ്ടമെന്റൽസിന് വേണ്ടി തന്നെയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അടിത്തറ ശക്തമാണെങ്കിൽ എത്ര നില വേണമെങ്കിലും നിങ്ങൾക്ക് മുകളിലേക്ക് കെട്ടിപ്പൊക്കാൻ കഴിയും. പൈത്തൺ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പൈത്തൺ വേണ്ട, നിങ്ങൾക്ക് മറ്റൊരു ഭാഷ പഠിക്കണം എന്നുണ്ടെങ്കിൽ പോലും ആദ്യം പഠിക്കാൻ പോകുന്ന പ്രോഗ്രാമിംഗ് ഫണ്ടമെന്റൽസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ഏതൊരു ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജിന്റെയും അടിസ്ഥാന തത്വങ്ങൾ ഒന്ന് തന്നെയാണ്. പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്, ഹൈ ലെവൽ ഭാഷയാണ്. ഹൈ ലെവൽ ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിലുള്ള വാക്കുകളും വാക്യങ്ങളുമായിരിക്കും ഉപയോഗിക്കുക. അതുകൊണ്ട് അല്പം ഇംഗ്ലീഷ് പരിജ്ഞാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെക്കുറെ പൈത്തൺ ഇൻസ്ട്രക്ഷൻസ്, കമാൻഡ്സ്, നിർദ്ദേശങ്ങൾ പെട്ടെന്ന് തന്നെ സ്വായത്തമാക്കി എടുക്കാൻ കഴിയും. പൈത്തൺ എന്ന് പറയുന്നത് 90കളിൽ ഗൊയ്ദോ വാൻ റോസം എന്ന് പറയുന്ന ഒരു ഡച്ച് പ്രോഗ്രാമർ അയാളുടെ ഹോബി പ്രോജക്റ്റായി, ഒരു നേരം പോക്കിന് വേണ്ടി തുടങ്ങി വെച്ച ഒരു പ്രോജക്റ്റാണ്. പിന്നീട് ഓപ്പൺ സോഴ്സ് കാറ്റഗറിയിൽ പെടുത്തി അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ്, ഈ വീഡിയോ നിർമ്മിക്കുമ്പോഴുള്ള പൈത്തൺ വെർഷൻ എന്ന് പറയുന്നത് 3 അതിന്റെ മൈനർ വെർഷൻസ് 3.8.3. നമ്മൾ മേജർ വെർഷൻ വെച്ചാണ് സൂചിപ്പിക്കുക. പൈത്തൺ 3, പൈത്തൺ 3 എന്ന് നമ്മൾ പറയും. ആദ്യമായി നമുക്ക് ഒരു ഹരിശ്രീയെ കുറിച്ച് തന്നെ പ്രോഗ്രാമിംഗ് തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടത്, നിങ്ങൾ ആദ്യം പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം. പക്ഷേ അത് ഒരു അല്പം നീണ്ട പ്രോസസ് ആയതുകൊണ്ട് അത് മറ്റൊരു വീഡിയോ ഞാൻ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. തൽക്കാലം നിങ്ങൾ ഒരു ബ്രൗസർ എടുക്കുക, ഒരു പൈത്തൺ, ഒരു ക്രോം അല്ലെങ്കിൽ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ബ്രൗസർ എടുക്കുക. അതിൽ നിങ്ങൾ www.python.org/shell എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ കീ അമർത്തുക. പൈത്തൺ ഷെൽ എന്ന് പറയുന്നത് പൈത്തൺ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്താൽ എന്ത് കിട്ടുമോ അതൊരു ഷെല്ലായിട്ടായിരിക്കും കിട്ടുക. അതേ ഷെല്ല് ഓൺലൈനായിട്ട് ഓവർ ദ ഇന്റർനെറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ, കറുത്ത പശ്ചാത്തലത്തിൽ ഒരു ഷെല്ല് കിട്ടിയിട്ടുണ്ടാകും. അവിടെ ഞാൻ ഈ പറയുന്നത് ടൈപ്പ് ചെയ്യുക. പ്രിന്റ്, PRINT, പ്രിന്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, കോഡ്സ്, ഡബിൾ കോഡ്സിന് ഉള്ളിൽ നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. ഞാൻ ഹരിശ്രീ എന്ന് ടൈപ്പ് ചെയ്യും. കോഡ്സ് കംപ്ലീറ്റ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. നിങ്ങളുടെ പൈത്തൺ വാക്യം റെഡി ആയിട്ടുണ്ട്. എന്റർ കീ അമർത്തുക. നിങ്ങൾ ആ പ്രിന്റിന് ശേഷമുള്ള കോഡ്സിനുള്ളിൽ എന്താണോ കൊടുത്തത് അത് അതേപടി താഴെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ചെയ്തു എന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം വർക്ക് ചെയ്യും. ആ പ്രോഗ്രാം അല്ല, പൈത്തൺ കമാൻഡ് വർക്ക് ചെയ്തു എന്നാണ്.
ശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.